ാണ് ഉഷനേദ്യം. 4:45 വരെയാണ് ഉഷനേദ്യം വരുന്നത്. 4:45 മുതൽ 5:45 വരെ ഭക്തർക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ 5 മണിക്ക് കേളികൊട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അതായത് കേളിക്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാട് നമ്മൾ കേട്ടിരിക്കുമല്ലോ. കൃത്യം 5 മണി മുഴങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ ചുറ്റമ്പലത്തിനുള്ളിൽ നമ്മൾ കൊടിമരത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തായിട്ടാണ് കേളി അരങ്ങേറുന്നത് കേട്ടോ. അതും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. 5:45 കൂടിയിട്ടാണ് ഉഷപൂജ വരുന്നത് കേട്ടോ. ഉഷപൂജയുടെ സമയത്ത് അഷ്ടപതി പാടുന്നുണ്ടായിരിക്കും. ഇതേ സമയത്ത് തന്നെയാണ് തിടപ്പള്ളിയിലെ ഗണപതി ഹോമവും നടത്തുന്നത്. ഉഷപൂജനെ എതിരേറ്റു പൂജ എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് ഉദയസമയത്ത് നടക്കുക, സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയത്ത് സൂര്യനെ എതിരേൽക്കുന്ന ആ ഒരു പൂജയായിട്ടാണ് ഉഷപൂജ വരുന്നത്. ആ ഒരു സമയത്ത് ബാലഗോപാല രൂപത്തിലായിരിക്കും കേട്ടോ ഭഗവാനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. അതായത് ഭഗവാനെ കൂടുതൽ നമ്മളെല്ലാവരെയും ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ആ ഒരു ബാലഗോപാല രൂപത്തിലായിരിക്കും